നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ജീവിതത്തിന് ഒരു പുരോഗതി കൈവരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചില പ്ലാനുകൾ പലരുടെയും ഉള്ളിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ അതിനെക്കുറിച്ചുള്ള ചില നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങളെ അത് നടപ്പിലാക്കുന്നതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ അത്തരം ചിന്തകളെ മറികടന്ന്, ഭയത്തെ മറികടന്ന് ധൈര്യമായിട്ട് നിങ്ങളുടെ പ്ലാനുകൾ നടപ്പിലാക്കാൻ ആരംഭിക്കുക. കാരണം ഏതൊരു കാര്യത്തെയും ധൈര്യത്തോടെ സമീപിച്ചെങ്കിൽ മാത്രമേ അവിടെ ഒരു വിജയം നേടാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകൾക്കും ചില തിരിച്ചറിവുകൾ വന്നു ചേരുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ എന്തെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള എന്തെങ്കിലും തെറ്റുകൾ, കൂടാതെ ചില നഷ്ടങ്ങൾ, അതുപോലെ നിങ്ങളുടെ ചില തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ, അപ്പോൾ അവയിലൂടെയൊക്കെ ഇപ്പോൾ പല തിരിച്ചറിവുകളും നിങ്ങൾക്ക് ഉണ്ടായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിൽ നിന്നും നിങ്ങൾക്ക് പലതും പഠിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഞാൻ അങ്ങനെ ആയിരിക്കരുത്, ഒരു നല്ല മാറ്റം എനിക്ക് വേണം എന്ന ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ നിന്നും വരുന്ന ആ ഒരു ശബ്ദത്തെ കേൾക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പഴയ അധ്യായം അവസാനിക്കുകയും അവിടെ പുതിയൊരു അധ്യായം തുറക്കാനുമുള്ള ഒരു സമയം ആയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷ, മനഃശാന്തി, ആത്മവിശ്വാസം എന്നിവ വളരുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട്. അതായത് എല്ലാം കൊണ്ടും നിങ്ങളുടെ ജീവിതത്തിന് ഒരു പ്രകാശം തെളിയുന്ന ഒരു ഘട്ടമാണ് ഉള്ളതെന്നാണ് കാണുന്നത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് മുമ്പുണ്ടായ അല്ലെങ്കിൽ ഇപ്പോൾ വന്ന് ചേർന്നിട്ടുള്ള സങ്കടങ്ങൾക്കും വെല്ലുവിളികൾക്കും ശേഷം മനസ്സിലൊരു വ്യക്തതയും സമാധാനവുമൊക്കെ ഈ ഒരു സമയം വന്നു ചേരും എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നിങ്ങളെ ആയാലും നിങ്ങളുടെ മനസ്സിനെയും ചിന്താഗതിയെയും എല്ലാം നയിക്കാനായിട്ട് പ്രപഞ്ചം തയ്യാറായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. കൂടാതെ ഇവിടെ ഈ ഒരു സമയം നിങ്ങളിൽ പലർക്കും എന്തെങ്കിലും കാര്യങ്ങളിൽ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടപ്പിലാക്കേണ്ട ഒക്കെ ഒരു സാഹചര്യം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അത് നടപ്പിലാക്കാനായിട്ട് ഒരുങ്ങുമ്പോഴും അവിടെ ദീർഘവീക്ഷണത്തോടെ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനായിട്ടും നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ശക്തി, ക്ഷമ ഇവയൊക്കെ പരീക്ഷിക്കപ്പെടുന്ന ഏതൊരു സാഹചര്യം നിങ്ങൾക്ക് മുന്നിൽ വന്നാലും അവിടെ ആത്മവിശ്വാസത്തോടെ, ശാന്തതയോടെ, യുക്തിപരമായിട്ട് ആ ഒരു സാഹചര്യത്തെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ദൈവാനുഗ്രഹം, സമൃദ്ധി ഇവയൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. കൂടാതെ ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ചോ സാഹചര്യത്തെക്കുറിച്ചോ നിങ്ങൾ ചിന്തിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നത് തെറ്റായിരുന്നു എന്നും നിങ്ങൾ ചിന്തിച്ചതിൻ്റെ നേർ വിപരീതമായിരുന്നു ശരിയെന്നും ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ജീവിതത്തിൽ എപ്പോഴും സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകണം, നേരായ മാർഗത്തിൽ കൂടി മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം. പക്ഷേ പലരും നിങ്ങളെ അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ള പലരും നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത പല കാര്യങ്ങളും നിങ്ങളെക്കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കുന്നുണ്ടായിരിക്കാം. മറ്റുള്ളവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി നിങ്ങളെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകൾ നിങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നുണ്ടായിരിക്കാം.
അപ്പോൾ അത്തരത്തിൽ എല്ലാം കൊണ്ടും നെഗറ്റീവ് എനർജിയുടെ പിടിയിലാണ് ഇപ്പോൾ നിങ്ങളിൽ പലരും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അതിനാൽ തന്നെ മറ്റുള്ളവരുടെ പ്രലോഭനങ്ങളിൽ, ചതികളിൽ, മറ്റുള്ളവരുടെ മോശം വാക്കുകളിലൊന്നും നിങ്ങൾ വീഴാതെ, അതിൽ ശ്രദ്ധ കൊടുക്കാതെ നിങ്ങൾ നിങ്ങളിൽ വളരെയധികം ശ്രദ്ധിച്ച് സത്യസന്ധമായിട്ട് തന്നെ മുന്നോട്ട് പോവുക. നിങ്ങൾ എന്താണോ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ സത്യസന്ധത തെളിയിക്കാനുള്ള അവസരങ്ങൾ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ നിങ്ങളിൽ പലരും ഈ ഒരു സമയം ഒരു അമിതഭാരം അല്ലെങ്കിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഒരുപക്ഷെ മറ്റുള്ളവർ ചെയ്യേണ്ട ജോലി കൂടി നിങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം പലർക്കും ഇപ്പോൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ഉത്തരവാദിത്തങ്ങൾ മാത്രം നിങ്ങൾ ഏറ്റെടുക്കുക, മറ്റുള്ളവയെ നിങ്ങൾ ഉപേക്ഷിക്കുക എന്ന്. അതായത് നിങ്ങൾക്ക് ഈ ഒരു സമയം വന്ന് ചേർന്നിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിലും ജോലികളിലും നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളെ മാത്രം ചെയ്യുക, അല്ലാത്തവയെ നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. കൂടാതെ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളിൽ പലരും വളരെയധികം അറിവ്, ജ്ഞാനം ഇവയൊക്കെയുള്ള വ്യക്തികളാണെന്നാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾ അന്വേഷിക്കുന്ന ഉത്തരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിങ്ങളുടെ അറിവിൽ നിന്നും നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തീരുമാനങ്ങൾക്കൊക്കെ വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അവിടെ നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു തീരുമാനം വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങളെയും പരിഹരിച്ചുകൊണ്ട് പലരും മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ നിങ്ങളുടെ ജീവിത സാഹചര്യത്തെ, നിങ്ങളുടെ മാനസികാവസ്ഥയൊക്കെ നിങ്ങൾ മറികടന്നുകൊണ്ട് തന്നെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക. അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.